വട്ടപ്പൊട്ടും തൊട്ട് ഡൈ തേച്ച മുടി അഴിച്ചിട്ടുകൊണ്ട് 65-ാം വയസ്സിലും വന്ന് നിന്നുകൊണ്ട് സൗന്ദര്യമുള്ളവർക്കേ കലാകാരാകാൻ പറ്റുള്ളൂ, മോഹിനിമാർക്കേ മോഹിനിയാട്ടം നടത്താൻ പറ്റുള്ളൂ എന്നൊക്കെ വാദിക്കുന്ന സത്യഭാമേ, കാലകത്തി വെക്കും, കാല് മലത്തി വെക്കും, കാല് പുറകിലേക്ക് വെക്കും. നമ്മൾ കാണുന്നത് ആ നൃത്തമാണ്, അല്ലാതെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കി അവിടെയുള്ള വസ്തുതകളെ കുറിച്ച് മാത്രം വിശകലനം ചെയ്യുകയല്ല ചെയ്യുന്നത്. കലയ്ക്ക് നിറമുണ്ടോ? കലയ്ക്ക് ജാതിയുണ്ടോ? മോഹിനിമാർ മാത്രമേ മോഹിനിയാട്ടം ആടാവൂ. കറുത്തവർക്ക് കല നിഷിദ്ധമാണ്. സൗന്ദര്യമുള്ളവരുടെ മാത്രം തട്ടകമാണ് കല. ഇതൊക്കെ ആരെഴുതി വെച്ച നിയമങ്ങളാണ് സത്യഭാമേ? മോഹിനിയാട്ടം പുരുഷന്മാർ നടത്തുമ്പോൾ കാലകത്തി വെച്ച് അത് ചെയ്യുന്നത് കാണുന്നത് അരോചകമാണ്. മോഹിനിയാട്ടം നടത്തുമ്പോൾ ആദ്യം തന്നെ കാലകത്തി വെച്ച് തന്നെയാണ് നമ്മുടെ ശിവതാണ്ഡവം. കാലകത്തി വെക്കും, കാല് മലത്തി വെക്കും, കാല് പുറകിലേക്ക് വെക്കും. നമ്മൾ കാണുന്നത് ആ നൃത്തമാണ്, അല്ലാതെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കി അവിടെയുള്ള വസ്തുതകളെ കുറിച്ച് മാത്രം വിശകലനം ചെയ്യുകയല്ല ചെയ്യുന്നത്. 65 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സുള്ള സത്യഭാമ ഡൈ തേക്കാതെ ഫുൾ നരച്ച മുടിയോടെ സമൂഹ മാധ്യമത്തിൽ ഒരു നിമിഷമെങ്കിലും വരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളെപ്പോലെ ഞാനും ഒരു സ്ത്രീയാണ്. നിങ്ങൾ കലാമണ്ഡലം സത്യഭാമ, ഞാൻ വെറും പ്രിയ ഷൈൻ. ഡോക്ടർ RLV രാമകൃഷ്ണൻ മോഹിനിയാട്ടത്തിൽ PhD-യും MPhil-ഉം ചെയ്ത അത്യുത്തമ കലാകാരൻ. അദ്ദേഹത്തിനൊരു സഹോദരനുണ്ട്, ലോകം മുഴുവൻ കഴിവുകൊണ്ട് അറിയപ്പെട്ട കലാഭവൻ മണി എന്ന കലാകാരൻ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കറുത്ത നിറത്തിനെ ഗ്യാരണ്ടിയുള്ളൂ. ശരിയല്ലേ? ആ വലിയ കലാകാരനെ പ്രസവിച്ച അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന രീതിയിൽ ആ അമ്മയ്ക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. മാധ്യമപ്രവർത്തകര് നിങ്ങൾക്കും അമ്മയില്ലേ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വൈകാരിക വിക്ഷോഭം കൊണ്ടത് ഞാൻ ഈയിടെ കാണുവാനിടയായി. ആ നിങ്ങൾ അവനെ കണ്ടാൽ പെറ്റതള്ള സഹിക്കില്ലേ എന്ന് പറഞ്ഞത് എത്രത്തോളം മ്ലേച്ഛമായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല നാക്കുള്ളത്. പ്രതികരിക്കുന്നവരോട് കാലം പ്രതികാരം ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ കുറേയധികം മറ്റു പലരെയും പോലെയുള്ള സാധാരണ കലാകാരുണ്ട്. പ്രതികരണശേഷിയില്ലാതെ ലോകത്തിൻ്റെ ഓരോ മൂലകളിലും ശബ്ദമുയർത്താനാവാതെ വളരെയധികം കഷ്ടതയോടെ ജീവിക്കുന്നവര്. പക്ഷെ കുറേയധികം സഹിച്ച് പാകമാകുമ്പോൾ മോചനത്തിൻ്റെ കാലം വരും എന്ന ആ ഒരു വാക്കുകൾ ഒരു സാഹിത്യകാരി, ഞാൻ അത് മറന്നുപോയി. അപ്പോൾ ആ ഒരു വാക്കുകളിലേക്ക് നമ്മൾ വരും. സ്വാമി വിവേകാനന്ദൻ പണ്ട് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് നമുക്കൊക്കെ ഓർക്കണം. വെള്ളക്കാരുടെ ആ ഒരു അടിമത്തം അനുഭവിച്ച കറുത്ത വർഗം ഇപ്പോഴും അത് തന്നെയല്ലേ നടക്കുന്നത്? വട്ടപ്പൊട്ടും തൊട്ട് ഡൈ തേച്ച മുടി അഴിച്ചിട്ടുകൊണ്ട് 65-ാം വയസ്സിലും വന്ന് നിന്നുകൊണ്ട് സൗന്ദര്യമുള്ളവർക്കേ കലാകാരാകാൻ പറ്റുള്ളൂ, മോഹിനിമാർക്കേ മോഹിനിയാട്ടം നടത്താൻ പറ്റുള്ളൂ എന്നൊക്കെ വാദിക്കുന്ന സത്യഭാമേ, വായടയ്ക്കുക. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.